ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. ഹലോ. ഇന്ന് നമ്മള് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കുന്നത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലുകൾ. അതെ. പ്രത്യേകിച്ച് നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിന്റെ ഭാഗമാണല്ലോ ഇത്. IGNU MPC 001-ലെ ബ്ലോക്ക് 1 യൂണിറ്റ് 4-ൽ വരുന്ന ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിന്റെ സ്റ്റേജ് മോഡൽ. ആ ഒരു ആശയത്തിലേക്കാണ് നമ്മളിന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. തീർച്ചയായും. ഓർമ്മയെപ്പറ്റി പറയുമ്പോൾ ഇതൊരു അടിസ്ഥാന മോഡലാണ്. വിവരങ്ങൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്, എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആദ്യകാല ചിന്തകളെ രൂപപ്പെടുത്തിയൊരു മോഡൽ. അതെ. അപ്പോ എന്താണ് ഈ സ്റ്റേജ് മോഡലിന്റെ ഒരു കാതൽ എന്ന് പറയാൻ പറ്റുന്നത്? ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ഓർമ്മയൊരു ഘടനാപരമായ ഒന്നായിട്ടാണല്ലോ കണ്ടത്. കൃത്യമായി പറഞ്ഞാൽ അവർ പറയുന്നത് ഓർമ്മയ്ക്ക് പ്രധാനമായും 3 സ്റ്റേജുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സിസ്റ്റങ്ങളുണ്ടെന്നാണ്. ഓക്കെ, 3 എണ്ണം. അതെ. ഒന്നാമത്തത് സെൻസറി മെമ്മറി. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന വിവരങ്ങളില്ലേ, കാഴ്ച, കേൾവി, അങ്ങനെയുള്ളവ. അതെ. ആ വിവരങ്ങൾ അതേപടി വളരെ വളരെ കുറഞ്ഞ സമയത്തേക്ക്, 1 സെക്കൻഡോ മറ്റോ, അവിടെ നിൽക്കും. ഒരു ഫിൽട്ടർ പോലെയാണോ അത്? ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്ന് തങ്ങി നിൽക്കുന്നൊരിടം. ഏകദേശം. പക്ഷെ അവിടെ അധികം നേരം നിൽക്കില്ല. അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അവിടെയാണ് ശ്രദ്ധ, അതായത് അറ്റൻഷൻ ആവശ്യം വരുന്നത്. ശരി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വിവരം അവിടെ വെച്ച് നഷ്ടപ്പെടും. അതെ. നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അതാണ് ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ STM. STM വർക്കിംഗ് മെമ്മറി എന്നും പറയാറുണ്ടല്ലോ അല്ലേ? ഉവ്വ്, അതും പറയാറുണ്ട്. ഇത് നമ്മൾ ബോധപൂർവം ആലോചിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന വിവരങ്ങളുടെ ഇടമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ഇതിന്റെ കപ്പാസിറ്റി, അതായത് ശേഷി, വളരെ കുറവാണ്. ലിമിറ്റഡ് കപ്പാസിറ്റി. സാധാരണയായിട്ട് പറയുമ്പോൾ ഒരു 5 തൊട്ട് 9 യൂണിറ്റ് വിവരങ്ങൾ വരെ. ആ ഒരു ഫോൺ നമ്പർ ഓർക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ലിസ്റ്റ് ഓർക്കുന്ന പോലെയോ? അതുതന്നെ. അത്രയൊക്കെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പറ്റൂ. പിന്നെ ഇത് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവാം. എന്തെങ്കിലും തടസ്സം വന്നാൽ അവിടെയുള്ള വിവരം പോകും. ശരിയാണ്. നമ്മളത് എപ്പോഴും അനുഭവിക്കുന്നതാണല്ലോ. ഒരു കാര്യം ഓർത്തോണ്ടിരിക്കുമ്പോൾ വേറൊരാൾ എന്തേലും ചോദിച്ചാൽ ചിലപ്പോൾ അത് മറന്നുപോകും. അതെ, അതാണ് ഇന്റർഫിയറൻസ്. അപ്പോൾ ഈ STM-ൽ വിവരങ്ങൾ കുറച്ചുകൂടി നേരം നിർത്താനും അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാനും ഒരു വഴിയുണ്ട്. അതാണ് റിഹേഴ്സൽ. മനസ്സിലിങ്ങനെ ആവർത്തിക്കുന്നത് അല്ലേ? അതെ, മനസ്സിൽ ആവർത്തിക്കുക, അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞു നോക്കുക. ഇങ്ങനെ റിഹേഴ്സ് ചെയ്യുന്ന വിവരങ്ങളാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജിലേക്ക് പോകുന്നത്. ലോങ് ടേം മെമ്മറി അഥവാ LTM. ഓക്കെ, LTM. അതാണ് നമ്മുടെ സ്ഥിരമായ ഓർമ്മകളുടെ ശേഖരം. അതെ. LTM-ന് സൈദ്ധാന്തികമായി പറഞ്ഞാൽ പരിധിയില്ലാത്ത ശേഷിയുണ്ട്. അൺലിമിറ്റഡ് കപ്പാസിറ്റി. വിവരങ്ങൾ ഇവിടെ വെറുതെ കൂട്ടിയിടുകയല്ല, മറിച്ച് പല വിഭാഗങ്ങളായി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. വർഷങ്ങളോളം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ. പരീക്ഷയ്ക്ക് പഠിച്ചത്, കുട്ടിക്കാലത്തെ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം. കൃത്യം. ആവശ്യമുള്ളപ്പോൾ നമ്മൾ LTM-ൽ നിന്ന് വിവരങ്ങൾ തിരിച്ചെടുക്കുന്നു. അതാണ് റിട്രീവൽ. അപ്പോ ഈയൊരു ഒഴുക്ക് സെൻസറിയിൽ നിന്ന് ശ്രദ്ധ വഴി STM-ലേക്കും അവിടുന്ന് റിഹേഴ്സൽ വഴി LTM-ലേക്കും, ഇതാണല്ലോ ഈ മോഡലിന്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. അതെ, ആ ഒരു ഘടനാപരമായ ഒഴുക്കാണ് പ്രധാനം. പക്ഷേ ഒരു സംശയം, എല്ലാ ഓർമ്മകളും ഇങ്ങനെ തന്നെയാണോ രൂപപ്പെടുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ആവർത്തിക്കാതെ തന്നെ ഓർക്കുമല്ലോ, ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നതൊക്കെ. വളരെ നല്ല ചോദ്യമാണ്. ഈ മോഡൽ ഓർമ്മയുടെ ഒരു ബേസിക് ഫ്രെയിംവർക്കാണ് നൽകുന്നത്. ഇതിന് ചില പരിമിതികളുണ്ട് എന്ന് പിന്നീട് വന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. അതെ. പ്രത്യേകിച്ച് റിഹേഴ്സലിന്റെ പങ്ക്. പിന്നീട് വന്ന ഉദാഹരണത്തിന് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് പോലുള്ള മോഡലുകൾ പറയുന്നത് നമ്മളൊരു വിവരം എത്ര ആഴത്തിൽ ചിന്തിക്കുന്നു, അതിന്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിനാണ് പ്രാധാന്യമെന്നാണ്, അല്ലാതെ വെറുതെ ആവർത്തിക്കുന്നതിലല്ല. അപ്പോ ആഴത്തിലുള്ള ചിന്ത ഓർമ്മയെ കൂടുതൽ ബലപ്പെടുത്തും. അതെ. പക്ഷെ അതിനർത്ഥം ഈ സ്റ്റേജ് മോഡൽ തെറ്റാണെന്നല്ല. ഇത് ഓർമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ആദ്യകാല ധാരണകൾക്ക് അടിത്തറയിട്ടു. ഇപ്പോഴും ഓർമ്മയുടെ ഘടന മനസ്സിലാക്കാൻ ഇത് വളരെ സഹായകമാണ്. ഒരു തുടക്കമെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട മോഡലാണ്. തീർച്ചയായും. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇത് അത്യാവശ്യമാണ്. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് MA വിദ്യാർത്ഥികളായ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർമ്മ ഒറ്റ ഘടനയല്ല, മറിച്ചു പല സ്റ്റേജുകൾ ചേർന്നതാണ്. സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം.
ഓരോന്നിനും അതിന്റേതായ റോളുണ്ട്. ഓരോ സ്റ്റേജിനും അതിന്റേതായ പ്രത്യേകതകളും പരിമിതികളുമുണ്ട്. ഉദാഹരണത്തിന് STMന്റെ ലിമിറ്റഡ് കപ്പാസിറ്റി. അതെ. വിവരങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ ശ്രദ്ധ, ആവർത്തനം പോലുള്ള മാനസിക പ്രക്രിയകൾ ആവശ്യമാണ്. ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയാൽ പിന്നീട് വരുന്ന കൂടുതൽ സങ്കീർണമായ ഓർമ്മ മോഡലുകൾ പഠിക്കാൻ എളുപ്പമുണ്ടാകും. വളരെ ശരിയാണ്. ഓർമ്മയുടെ ഈ ഘടനാപരമായ സമീപനം കൊഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്ന ആർക്കും ഒരു നല്ല തുടക്കം നൽകും. ഈ ചർച്ച നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കാനായി ഒരു കാര്യം തരാം. ഈ മോഡൽ അനുസരിച്ച് ഷോർട്ട് ടേം മെമ്മറിയുടെ ആ പരിമിതികളില്ലേ, അതായത് കുറഞ്ഞ ശേഷിയും എളുപ്പത്തിൽ വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും, ഇത് നിങ്ങളുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കീർണമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ ഈ പരിമിതിയെ മറികടക്കാൻ നിങ്ങൾ എന്തെങ്കിലും വഴികൾ ഉപയോഗിക്കാറുണ്ടോ? ഓർമ്മയുടെ ലോകം വളരെ വലുതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും വായിക്കാനും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു. തീർച്ചയായും. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.